ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത് എന്നറിയാൻ ഇനിയും ഒരാഴ്ചയിലേറെ കാത്തിരിക്കണം. പക്ഷെ ഒരു കാര്യം ഇതിനകം തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത മട്ടിലുള്ള ഒരു വമ്പിച്ച ഒഴുക്കാണ് പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായത്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 4% വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 85% ആളുകൾ വോട്ട് ചെയ്തു. ബംഗാളിൽ 92% വോട്ട് ചെയ്തതായിട്ടാണ് അവസാനം വന്ന കണക്കുകളിൽ പറയുന്നത്. ആസാമും പോണ്ടിച്ചേരിയും അതേ തരത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് വലിയ തോതിലുള്ള ഒഴുക്ക് പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായി. രാവിലെ മുതലേ ഈ ഒഴുക്ക് വന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ഒരു വലിയ ജനമുന്നേറ്റം ഉണ്ടായത് എന്നത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 2-3 വിശകലനങ്ങൾ ഈ കാര്യത്തിൽ കേൾക്കാറുണ്ട്. ഒന്ന്, നിലനിൽക്കുന്ന സർക്കാരിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ജനങ്ങൾ വളരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തു. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ 10 വർഷമായിട്ട് നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഒന്ന് ഒഴിവായി കിട്ടണം എന്ന താല്പര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ രാവിലെ തന്നെ വോട്ട് ചെയ്തു എന്നാണ് ഒരു നിഗമനം ഉണ്ടായത്. ബംഗാളിൽ ഇതേമാതിരി 15 വർഷമായിട്ട് മമതാ ബാനർജിയാണ് നിൽക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണം ഒരുപക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കണം. അതുകൊണ്ടാവാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്കുള്ള വലിയ ഒഴുക്കുണ്ടായത് എന്ന് പറയുന്നു. അസാമിലും ഇതേ തരത്തിൽ മഹന്ത ശർമ്മയുടെ ഭരണം 10 വർഷത്തിലേറെയായി. തമിഴ്നാട്ടിലും ദീർഘകാലമായിട്ട് DMK ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് നിലനിൽക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ട് ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയുടെ ലക്ഷണമാണ് ഈ വമ്പിച്ച വോട്ടെടുപ്പിൽ ഈ വോട്ടെടുപ്പിനകത്തുണ്ടായ വമ്പിച്ച വർധനവിന് കാരണമായത് എന്ന് ചില ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അത് സത്യമാവാനുള്ള ഒരു പക്ഷേ സാധ്യതയുമുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. ബംഗാളിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, മമത പുറത്തു പോവുകയാണെങ്കിൽ അവിടെയും വടക്ക് കിഴക്കൻ ഭാഗത്ത് മറ്റു സംസ്ഥാനങ്ങളിലെന്ന പോലെ BJP കയറി വരും എന്ന ഭീതി ഉയർന്നു വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബംഗാളും ആസാമും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തവണയുണ്ടായ ജനങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള ഒഴുക്കിന് ഒരു പ്രധാന കാരണം അവരുടെ ഭയമാണ്, തികഞ്ഞ പേടിയാണ്. എന്തുകൊണ്ട്? ഈ ഇലക്ഷൻ കമ്മീഷൻ സമീപകാലത്ത് കൊണ്ടുവന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഓരോ സംസ്ഥാനത്തും ലക്ഷക്കണക്കിന് ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തത്. ബംഗാളിൽ മൊത്തം വോട്ടർമാരിൽ ഏതാണ്ട് 20-25% ആളുകളെ പട്ടികയിൽ നീക്കം ചെയ്തിട്ട് വലിയ തർക്കങ്ങളുണ്ടായി. അതിനുവേണ്ടി സുപ്രീം കോടതി അതിനകത്ത് ഇടപെടേണ്ടി വന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ പരാതികൾ പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനുകൾ വെച്ചു, ട്രൈബ്യൂണലുകൾ വെച്ചു. എന്നിട്ട് അതിനിടയിൽ വോട്ടെടുപ്പ് നടന്നു. ആകെ 100 ചില്ലാനും ആളുകളുടെ പരാതികൾക്ക് മാത്രമാണ് പരിഹാരമുണ്ടായത് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടത്. അതായത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അതിർത്തി പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉയർന്നു വന്നിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ടവകാശം മാത്രമല്ല നഷ്ടപ്പെടുക, ഇത് വഴി അധികം വൈകാതെ തങ്ങളുടെ പൗരത്വവും റദ്ദാക്കപ്പെടും എന്ന പേടി നാട്ടിലെ സാധാരണക്കാരായ നിരവധി പേർക്കുണ്ട്. അതിന് കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാൻ വേണ്ടി സാധാരണ നിലയിലുള്ള വളരെ സാധാരണ പരിമിതമായിട്ടുള്ള നിർബന്ധങ്ങൾക്ക് പകരം പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളത്. ഇത് പിൻവാതിൽ വഴി കൊണ്ടുവരുന്ന ഒരു NRC ആണ്. പിൻവാതിൽ വഴി നടപ്പിലാക്കുന്ന ഒരു നാഷണൽ രജിസ്റ്റർ ഓഫ് പോപ്പുലേഷൻ, രാജ്യത്തെ പൗരന്മാരെ നിശ്ചയിക്കാനുള്ള ഒരു പുതിയ നീക്കത്തിൻ്റെ ഭാഗമാണ്. അത് ആഭ്യന്തര വകുപ്പ് ആണ് ചെയ്യേണ്ടത്. അതിന് പകരം ആ പണി ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ, രാജ്യത്തെ സംവിധാനത്തിൽ ഇന്ത്യയുടെ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു വലിയ അട്ടിമറിക്ക് നീക്കം നടക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് കുറേ കാലങ്ങളായിട്ട് ഭീതി നിലനിൽക്കുന്നതാണ്. ഈ ഭീതി നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലകത്തേക്ക് കടന്നുകൂടിയിരിക്കുന്നു എന്നാണ് ആസാമിലും ബംഗാളിലും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പോലും ഉണ്ടായിരിക്കുന്ന ഈ വോട്ടെടുപ്പിലുണ്ടായിരിക്കുന്ന വമ്പിച്ച വർധനവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം മുൻകാലങ്ങളിലൊന്നും അങ്ങനെ അമിതമായിട്ടുള്ളൊരു ഉത്സാഹം ജനങ്ങൾ വോട്ടെടുപ്പിൽ കാണിച്ചിരുന്നില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട്, പലരും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇത്തവണത്തെ ഈ വോട്ടെടുപ്പിലുണ്ടായ അമിതോത്സാഹം കാണിക്കുന്നത് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ, വോട്ടവകാശം രേഖപ്പെടുത്തിയതായിട്ട് അവിടെ കാണുന്നില്ലെങ്കിൽ അടുത്ത തവണ ആ, ഒരുപക്ഷെ റേഷൻ കാർഡ് പോവും, സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോവും, സ്കൂളുകളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടയപ്പെടും, ആ, മറ്റെല്ലാവിധ പൗരന്മാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ഇല്ലാതായി പൗരത്വമില്ലാത്ത ജനങ്ങളായിട്ട് രാജ്യത്തിൻ്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കേണ്ട അവസ്ഥയിലേക്ക് തങ്ങൾ എത്തും എന്ന് ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ന് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇത്തവണ വോട്ടർമാർ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോയത് എന്ന് സംശയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തീർച്ചയായും അവരാർക്കാണ് വോട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള സൂചന കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ, ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇലക്ഷൻ കമ്മീഷനും ആഭ്യന്തര വകുപ്പും ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന നടപടിക്രമങ്ങൾ, SIR നടപടിക്രമങ്ങൾ, അത് നടപ്പിലാക്കിയ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രശ്നങ്ങൾ, ഭീതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആ തരത്തിൽ വലിയ തോതിൽ അത് ഉണ്ടാക്കാതിരിക്കുന്നതിന് കാരണം ഇവിടെയുള്ള വളരെ ജാഗ്രതയുള്ള ഒരു പൊതുസമൂഹമാണ്, ഇവിടെയുള്ള ജാഗ്രതയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പരാതികൾ ഉണ്ടായിട്ടില്ല. കാരണം ഇരട്ട വോട്ടർമാരും അതുപോലെ സംഗതികളുമായിട്ട് മാറ്റിയത്. പക്ഷേ ബീഹാർ അടക്കമുള്ള, ബംഗാൾ അടക്കമുള്ള, ആസാം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഏകപക്ഷീയമായിട്ട് ഒരു വലിയ വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പട്ടികയിൽ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നടന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ പലരും സൂചിപ്പിക്കുന്നുണ്ട്. ജനങ്ങളിൽ പലരും അത് വിശ്വസിക്കുന്നുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ അത് പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് അവിശ്വാസ പ്രമേയം പോലും പാസ്സാക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര ഏജൻസിയാണ്. ജനാധിപത്യത്തിൻ്റെ പരിപാവനമായി കാത്തുസൂക്ഷിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള അപരിമിതമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ഭീതി, എന്ന ആരോപണം ഇന്ന് ശക്തമാണ്. പക്ഷെ അതിനപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾ മറ്റെന്തെല്ലാം പ്രയാസങ്ങൾ അവർക്കുണ്ടെങ്കിൽ, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോഴൊക്കെ തന്നെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന നിലയിൽ തങ്ങൾക്ക് തങ്ങളുടേതായ അവകാശങ്ങളുണ്ട് എന്ന ബോധ്യം ഇന്ത്യയിലെ ഓരോ മനുഷ്യനുണ്ടായിരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആരോട് സംസാരിക്കുമ്പോഴും തങ്ങളുടെ അവകാശമാണ് തങ്ങൾ വിനിയോഗിക്കുന്നത് എന്ന് ഏത് പൗരനും പരസ്യമായിട്ട് ഉറച്ചു പറഞ്ഞിരുന്നു. തങ്ങളുടെ അധികാരികളെ മാറ്റാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇപ്പം അതല്ല, തങ്ങൾ തന്നെ മാറ്റപ്പെടുകയാണ്. ഭരണകൂടം തങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, തങ്ങളുടെ ഉറപ്പ്, തങ്ങളുടെ അടിത്തറ നിലനിർത്തണമെങ്കിൽ വോട്ട് ചെയ്ത് ഒരു രേഖയുണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം എന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും കരുതുന്നുണ്ട്. അത് ശക്തിയുടെ ലക്ഷണമല്ല, മറിച്ച് ഭീതിയുടെ ലക്ഷണമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ, ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ രാജ്യത്തെ ജനത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണാധികാരികളിൽ, ഇന്ത്യൻ വ്യവസ്ഥയിൽ ഒരു വിശ്വാസവുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് എന്നാണ് ഒരുപക്ഷെ ഈ വോട്ടെടുപ്പിന് വേണ്ടിയിട്ട്, വോട്ടെടുപ്പിൻ്റെ ദിവസം ജനങ്ങൾ ഇത്ര പരക്കം പാഞ്ഞ് പോളിംഗ് ബൂത്തിലെത്തിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നല്ല ലക്ഷണമല്ല. ഭീതി പിടിച്ച, ഭയം കാർന്നു തിന്നുന്ന ഒരു സമൂഹത്തിന്, ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാനുള്ള വളരെ വിഷമകരമായിട്ടുള്ള ഒരു പാതയാണ് ഉണ്ടാവുക എന്നുകൂടി ഇലക്ഷൻ കമ്മീഷൻ മുതൽ ആഭ്യന്തര മന്ത്രി വരെയുള്ള മഹാരഥന്മാർ ഓർക്കേണ്ടതാണ്.